Good afternoon. Good afternoon, Miss. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഡയാലിസിസ് സർവീസ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? എവിടെ വരെ എടുത്തത്? പറഞ്ഞു അല്ലെ? ഓക്കെ. എന്തൊക്കെയാണ് രണ്ട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഡയാലിസിസ് യൂസ് ചെയ്യുന്നതായിട്ടുള്ള രണ്ട് സിറ്റുവേഷൻസ് ഏതൊക്കെയാ? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. രണ്ട് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? രണ്ട് സിറ്റുവേഷൻസ് വരുന്നത്? അക്യൂട്ട് റീനൽ ഫെയിലറും എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലർ. ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ രണ്ട് സിറ്റുവേഷൻസ് ആണ് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന രണ്ട് സിറ്റുവേഷൻസ്. അതിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്താണ്? അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് മറ്റൊരാളെന്ന് പറഞ്ഞ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്താണ്? അങ്ങനെയുള്ള പേഷ്യൻസിന് എങ്ങനെയാണ് അവരുടെ കിഡ്നി ഫങ്ഷൻസ് നഷ്ടപ്പെടുന്നത്? ലോസ്റ്റ്, അതായത് ഒന്നും അല്ലാത്ത രീതിയിലായിട്ട് ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻസ് അല്ലെ? വളരെ അടുത്തിടെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാകുന്ന കാരണത്താല് അടുത്തിടെ അവരുടെ കിഡ്നി ഫങ്ഷൻസ് നഷ്ടമാവുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് അക്യൂട്ട് റീനൽ ഫെയിലിയറിൽ വരുന്നത്. അപ്പൊ അവർക്ക് ഡയാലിസിസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ നബിയ? നെക്സ്റ്റ് നമ്മുടെ ആ ഒരു ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയറിൽ വരുന്നവരാണെങ്കിലോ അവരുടെ ആ ഒരു കിഡ്നി ഫങ്ഷൻ എങ്ങനെയായിരിക്കും? പെർമനന്റ്ലി ലോസ്റ്റ് ആയിരിക്കും. സ്ഥിരമായിട്ട് അല്ലെ അവരുടെ ആ ഒരു കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ നിലയ്ക്കുന്ന സമയത്ത് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് അതിനൊരു എക്സ്ട്രാ ഹെൽപ്പ് പോലെ ഒരു സഹായമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അത് രണ്ടും ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അതിന്റെ എക്സ്പാൻഡ് ചെയ്ത് കുറച്ചും കൂടി കുറച്ച് പോയിന്റ്സും കൂടി കൂട്ടി ഒരു പറയുന്ന ബാക്കി എക്സ്ട്രാ രണ്ടെണ്ണം വരുന്നത്. അപ്പൊ അതില് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI ഇതിന്റെയൊക്കെ ഫുൾ ഫോംസും ഷോർട്ട് ഫോംസും പഠിച്ചിരിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് എക്സ്പാൻഡ് ഫോംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് സെപ്പറേറ്റ് എഴുതി വെച്ച് തന്നെ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ അതിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI എന്ന് പറയുന്നത് ആ AKI അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി തന്നെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. ഓക്കെ. അപ്പൊ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് ചോദിച്ചാലും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI ഏതാണെന്ന് ചോദിച്ചാലും സെയിം ആണ്. ഓക്കെ. ഇനി എന്താണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി? നോക്കിയേ, എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ് അല്ലെ? പെട്ടെന്ന് ഉണ്ടാവുന്ന അവിടെ എന്താണ് അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാരണത്താല് കിഡ്നി ഫെയിലിയറോ അല്ലെങ്കിൽ കിഡ്നി ഡാമേജോ സംഭവിക്കുന്ന കേസുകളിലാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI എന്ന് പറയുന്നത്. അപ്പൊ അത് പെട്ടെന്ന് എന്തെങ്കിലും കാരണങ്ങളാല്, അതായത് ഇതുപോലെ സ്നേക് ബൈറ്റ്സ് പാമ്പ് കടിയേൽക്കുന്നതോ അല്ലെങ്കിൽ എലിപ്പനിയോ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് മൂലമോ അല്ലെങ്കിൽ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ ഉൾപ്പെടുന്നതായിട്ട് അല്ലെങ്കിൽ ടോക്സിൻസ് അഫക്ട് ചെയ്യുന്നത് വഴിയോ അല്ലാതെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് വൈറസസ് മൂലമുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വഴിയോ പിന്നെ എന്തെങ്കിലും മെഡിസിൻസ് ആന്റിബയോട്ടിക്സ് പോലെയുള്ളവ കൂടുതൽ കഴിക്കുന്നത് എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടോ അതിന് കഴിക്കുന്നത് മൂലമോ അങ്ങനെ എന്തെങ്കിലും മെഡിസിൻസിന്റെ പരമോ ഒക്കെ ആയിട്ട് പെട്ടെന്ന് നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് അല്ലെ? ഇനി ഇവിടെ AKI എന്ന് പറയുന്നത് ഹാപ്പൻസ് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ്. ഇതിലൊരു സംഭവം നടക്കുന്നത് ആ ഒരു കിഡ്നി ഫെയിലിയർ സംഭവിക്കുന്നത് കുറച്ച് മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ ആവാം. ഓക്കെ. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI എന്ന് പറയുന്നത് ദിസ് ഹാപ്പൻസ് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ്. ഇത് സംഭവിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലോ ഇത് സംഭവിച്ചേക്കാം. AKI is normally treated in a hospital settings with intravenous fluids. ഇനി ഈ AKI അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി നമുക്ക് നോർമൽ ആയിട്ട് ഹോസ്പിറ്റലിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്? ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് ദാറ്റ് ഈസ് ഗിവൺ ത്രൂ ദ വെയിൻ, അതായത് വെയിൻസിലൂടെ കടത്തിവിടുന്ന ഫ്ലൂയിഡ് രൂപത്തിലുള്ള മെഡിസിൻസ്, അതായത് നമ്മൾ ഡ്രിപ്സ് ഒക്കെ ഇടാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇൻട്രാവീനസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് വഴി, അതായത് നമ്മുടെ വെയിൻസിലൂടെ കടത്തിവിടുന്നതായിട്ടുള്ള ഫ്ലൂയിഡുകള്. അപ്പൊ അത്
നോർമലി ഇത് ട്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് കേട്ടോ. അപ്പൊ അത് ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ്സ് ആയിരിക്കും. അത് മെഡിസിൻസ് അടങ്ങിയിട്ടുള്ള ലിക്വിഡ്സ് വഴി നമുക്ക് വെയിൻസിലൂടെ ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാം. നോർമൽ ആയിട്ടുള്ള കേസുകളിലാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇനി നോർമൽ കണ്ടീഷൻ മാറാതെ അത് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ക്രിട്ടിക്കൽ കേസസ് ഡയാലിസിസ് മേ ഓൾസോ ബി നെസസറി ഫോർ എ ഷോർട്ട് ടൈം ടിൽ ദ കിഡ്നീസ് ഗെറ്റ് ബെറ്റർ. നമുക്ക് അവിടെ ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ക്രിട്ടിക്കൽ കേസുകൾ ആവുകയാണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അത് എത്ര നാള് വേണം? ഇറ്റ്സ് നെസസറി ഫോർ എ ഷോർട്ട് ടൈം, വളരെ കുറഞ്ഞ സമയം, ഒരു കാലയളവിൽ മാത്രം ചെയ്താൽ മതിയാവും. ടിൽ ദ കിഡ്നീസ് ഗെറ്റ് ബെറ്റർ. എപ്പോഴാണോ അവരുടെ കിഡ്നി അവർ ആ ഒരു ബെറ്റർ കണ്ടീഷനിലേക്ക് എത്തുന്നത്, നല്ല ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് പ്രാപ്തരാകുന്നത്, ആ സമയം വരെ ഒരു ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ ഈ ഒരു ഹീമോ ഡയാലിസിസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ AK എന്ന് പറയുന്നത് തന്നെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. അവിടെ പെട്ടെന്നാണ് അവരുടെ ആ ഒരു കിഡ്നി ഫങ്ഷൻസ് നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെ? അപ്പൊ പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് ഒരു കിഡ്നി ഫെയിലിയറോ അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ഒക്കെ സംഭവിക്കുന്ന കേസുകളാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയറിൽ വരുന്നത്. ഇത് കുറച്ച് മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ ഇത് സംഭവിച്ചേക്കാം. ഇനി ഇത് നോർമൽ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ വെച്ചിട്ട് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ വെയിൻസിലൂടെ നമുക്ക് എന്താണ് ഫ്ലൂയിഡ് രൂപത്തിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള മെഡിസിൻസ് വഴി നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം. രണ്ടാമത്, ഇനി അതൊരു ക്രിട്ടിക്കൽ കേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയാലിസിസ് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്താൽ മതി. അവരുടെ കിഡ്നി എപ്പോഴാണോ ആ ഒരു ബെറ്റർ കണ്ടീഷനിലേക്ക് എത്തുന്നത്, ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിലുള്ള പേഷ്യൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്താൽ അവർ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരും. അവർക്ക് ആ ഒരു കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്ന ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്ത് സാധാരണ രീതിയിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. അതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി AKയിലുള്ളവർ. സെക്കൻഡ് നോക്കിയേ, കിഡ്നി ഫെയിലിയർ. കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? എൻഡ് സ്റ്റേജ് കിഡ്നി റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലിയർ തന്നെയാണ് കിഡ്നി ഫെയിലിയറിൽ വരുന്നത്. ഓക്കെ, നമ്മൾ രണ്ട് യൂസസ് പറഞ്ഞാൽ ആദ്യത്തേതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ പറഞ്ഞത്. രണ്ടാമതായിട്ട് വരുന്നവരായതാ കിഡ്നി ഫെയിലിയർ സംഭവിച്ചവര്, പൂർണ്ണമായിട്ട് കിഡ്നി ഫെയിലിയർ സംഭവിച്ചവര്. അവർക്ക് പെർമനന്റ് ആയിട്ട് അല്ലെ, അവർക്ക് സ്ഥിരമായിട്ട് അവരുടെ ആ ഒരു കിഡ്നി ഫംഗ്ഷൻ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളവരാണ് ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ വരുന്നവര്. അവരാണ് കിഡ്നി ഫെയിലിയറിൽ ഉൾപ്പെടുന്ന ആളുകൾ. Okay, as per നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ, നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഫൗണ്ടേഷൻ ആണ്. അത് നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് റിസർച്ചുകളൊക്കെ നടത്തുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. അതായത് കിഡ്നിയുടെ എന്തൊക്കെ രോഗങ്ങളാണ് ഉണ്ടാവുന്നത്, അതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യേണ്ടത്, ഇനി അതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ. ആ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ പറയുന്നതനുസരിച്ച് end stage kidney failure happens when the kidneys are functioning at only 10 to 15% of their normal function. അപ്പൊ നോർമൽ ആയിട്ട് നമ്മളൊരു കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നത് ഒരു 100% എന്ന് എടുക്കുക. അപ്പൊ നോർമൽ ആയിട്ട് ഒരു കിഡ്നി 100% ഫംഗ്ഷൻ ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെ 100% ഒരു നോർമൽ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവരുടെ കിഡ്നീസ് അതിലെ 100% ഒരു 10 മുതൽ 15% വരെ മാത്രമേ ഫംഗ്ഷനിങ് ചെയ്യുന്നുള്ളൂ. At this stage, the kidneys will not be able to keep you alive without extra help. അതുകൊണ്ട് തന്നെ ഈ കിഡ്നി നമുക്ക് ഒരു നല്ല പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാത്ത കിഡ്നി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കിഡ്നിക്ക് സജീവമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാതെ വരികയും അവർക്ക് ഒരു എക്സ്ട്രാ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും, അല്ലെ? ആ ഒരു എക്സ്ട്രാ ഹെൽപ്പാണ് നമ്മൾ കൊടുക്കുന്നത് ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി കിഡ്നിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറെ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ സഹായത്തോടു കൂടി അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് അവരെ സജീവമായിട്ട് ആക്റ്റീവായിട്ട് നിർത്താനായിട്ട് സാധിക്കുന്നു. This is also known as end stage kidney disease or ESKD. അപ്പൊ മറ്റൊരു പേര് കൂടി വന്നു അവിടെ. ഏതാണ്? ഈ ഒരു ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റിന്റെ മറ്റൊരു പേരും കൂടി, അല്ലെങ്കിൽ ഈ ഒരു കിഡ്നി ഫെയിലിയർ സംഭവിച്ചവർക്ക് മറ്റൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട്. end stage kidney
ഡിസീസ് അല്ലെങ്കിൽ ESKD. അപ്പൊ 3 പേരുകൾ പഠിച്ചു നമ്മള്. ക്രോണിക് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ. മൂന്നാമത്തേതായി പഠിച്ചതാണ് ESKD അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. 3 പേരും ഈ സെയിം കിഡ്നി ഫെയിലിയറിൽ വരുന്നവരാണ്. ഓക്കെ, സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കാം. ESKD എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. With kidney failure, the dialysis is only able to do some of the work of healthy kidneys, but is not cure for kidney disease. അല്ലെ? അപ്പൊ കിഡ്നി ഫെയിലിയർ സംഭവിച്ചവർക്ക് ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി വരെ അല്ലെ ഒരു ഹെൽത്തി കിഡ്നി ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡയാലിസിസ് ട്രീറ്റ്മെന്റിലൂടെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആ ഒരു ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് കിഡ്നി ഡിസീസിന് ക്യൂർ ചെയ്യാനായിട്ട് പറ്റില്ല. അതിനൊരു പരിഹാരം കണ്ടെത്താനോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിരിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും അവരെ ആ ഒരു രോഗത്തിൽ നിന്ന് മാറ്റാനോ ഒന്നും ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് കൊണ്ട് സാധിക്കില്ല. മറിച്ച് അവർക്ക് ഒരു സഹായം പോലെ അല്ലെ അവരുടെ ആ ഒരു നോർമൽ ഹെൽത്തി കിഡ്നി ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് വഴി ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. അതൊരു പൂർണ്ണ പരിഹാരമായിട്ട് നമുക്ക് ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് കിഡ്നി ഡിസീസിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. With ESKD, the patient will require dialysis for the rest of your life or until he or she is able to get a kidney transplant. അതുകൊണ്ട് തന്നെ ഈ ESKD, end stage kidney disease എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലുള്ള പേഷ്യൻസിന് അവരൊന്നില്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതകാലം മുഴുവൻ അവര് ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ അവരുടെ മുൻപിലുള്ളത് എന്താണ്? കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് എന്താണ് നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ പറയുന്നത് അനുസരിച്ച് ആ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഉള്ള ആളുകൾക്ക് അവരുടെ കിഡ്നി നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുന്ന കിഡ്നിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ കിഡ്നീസ് 10 to 15% മാത്രമേ ഫംഗ്ഷനിങ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തന്നെ എന്താണ് ആ ഒരു സ്റ്റേജിലുള്ള കിഡ്നി ഉള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു ഫംഗ്ഷനിങ് ഒന്നും പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഹെൽപ്പ് എന്ന നിലയിലാണ് നമ്മൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. അപ്പൊ ഡയാലിസിസ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഹെൽത്തി കിഡ്നി ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് വർക്കൊക്കെ നമുക്ക് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് വഴി ചെയ്യാൻ പറ്റും. എന്നാൽ ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കൊണ്ട് ആ ഒരു രോഗത്തിൽ നിന്നും അവർക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു പരിഹാരം കണ്ടെത്തി അവരെ രോഗവിമുക്തരാക്കാനായിട്ട് പറ്റില്ല. മറിച്ച് എന്താണ് ആ ഒരു വ്യക്തി ഒന്നില്ലെങ്കിൽ അവർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതകാലം മുഴുവൻ അവർ ആ ഒരു ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിന് വിധേയമാകേണ്ടതായിട്ട് വരും. കിട്ടിയോ? അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയും കിഡ്നി ഫെയിലിയറും മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഹൗ ഇറ്റ്സ് വർക്ക്സ്. ഇനി ഈ ഒരു ഡയാലിസിസ് എന്ന് പറയുന്നത് ഏതാണ്? നവ്യ റിപ്പീറ്റ് ചെയ്യേണ്ടത്. രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അതുപോലെ കിഡ്നി ഫെയിലിയർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അക്യൂട്ടിലാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കിഡ്നി ഫെയിലിയർ ആണ് അല്ലെ. കിഡ്നി നിലച്ചു അവരുടെ ആ ഒരു ഫംഗ്ഷൻ നിലച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ കിഡ്നി ഫെയിലിയർ വരുമ്പോഴോ അവിടെ എന്താണ് ഒരു പെർമനന്റ് ആയിട്ട്, അതായത് അവരുടെ ഒരു 10 to 15% മാത്രമേ അവരുടെ കിഡ്നി വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി മുഴുവനും അവർക്ക് നഷ്ടമായി പോയി. അവരുടെ ആ ഒരു ഫംഗ്ഷനിങ് കപ്പാസിറ്റി അവരുടെ കിഡ്നിക്ക് നഷ്ടമായി. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പ്രശ്നം? അക്യൂട്ട് ആയിട്ടുള്ളവർക്ക് നമ്മൾ ആ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റുകൾ കൊടുത്താൽ അവരെന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരുന്നു. ആ ട്രീറ്റ്മെന്റ് നടക്കുന്ന ആ ഒരു സമയം മാത്രം അവർക്ക് ആ ഒരു ഡയാലിസിസിന്റെ ആവശ്യം വരുന്നുള്ളൂ. എന്നാൽ കിഡ്നി ഫെയിലിയർ സംഭവിച്ചവർക്കാണെങ്കിൽ അവരുടെ ആ ഒരു കിഡ്നി പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനം നഷ്ടമായത് കൊണ്ട് തന്നെ അവർക്ക് ഒരു എക്സ്ട്രാ ഹെൽപ്പായിട്ട് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് നിർബന്ധമായിട്ടും അവർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്കൊരു സഹായമായിട്ട് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ട് അവർ ആ ഒരു രോഗത്തിൽ നിന്നും അവരെ മുക്തരാക്കാനായിട്ട് പറ്റില്ല. മറിച്ച് അവർക്ക് ഒരു ഓപ്ഷൻ രണ്ടെണ്ണം മുന്നിലുള്ളത് എന്താണോ? ഒന്നില്ലെങ്കിൽ ആ പേഷ്യൻസിന് അവരുടെ ആ ഒരു ജീവിതകാലം മുഴുവൻ ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം. ആ രണ്ട് ഓപ്ഷനിലൂടെ മാത്രമേ അവർക്ക് ജീവിതം ലൈഫ് അവരുടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. കിട്ടിയോ? ഇനി ഈ കിഡ്നി ഫെയിലിയറിന്റെ 3 പേരുകളാണ് നമ്മൾ പറഞ്ഞത്. ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് ചോദിച്ചാലും എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് ചോദിച്ചാലും ESKD അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്.
അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKIയുടെ മറ്റൊരു പേര് എന്താണ്? അക്യൂട്ട് റീനൽ ഫെയിലിയർ. ഓക്കെ, നെക്സ്റ്റ് നോക്കി ഹൗ ഇറ്റ്സ് വർക്ക്സ്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതായത് നമ്മൾ ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആ ഒരു കിഡ്നി നമ്മുടെ ഒരു നോർമൽ ബോഡിയിൽ നല്ല ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു കിഡ്നി ഒത്തിരി നമ്മുടെ ബോഡി ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒത്തിരി നോർമൽ ആയിട്ട് കുറെ അധികം ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നുണ്ട് നമ്മുടെ നോർമൽ കിഡ്നീസ്. എന്നാൽ ഡയാലിസിസിലൂടെ നമുക്ക് എല്ലാ ഡ്യൂട്ടീസും കിഡ്നി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചില ഡ്യൂട്ടീസ് ഒക്കെ നമുക്ക് ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് വഴി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ കിഡ്നി ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ആണ് ആദ്യത്തെ 3 പോയിന്റുകളിൽ പറയുന്നത്. അതിനുശേഷം അങ്ങനെ ആ ഫങ്ഷൻ നടക്കാതെ വന്നാൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നോക്കി, ഡയാലിസിസ് ഡിസ്ചാർജസ് സം ഓഫ് ദ ഡ്യൂട്ടീസ് ദാറ്റ് കിഡ്നി നോർമലി ഡസ് ടു കീപ് യുവർ ബോഡി ഇൻ ബാലൻസ്. ഇനി നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ കിഡ്നി എന്തൊക്കെയാണ് നോർമൽ ആയിട്ട് ഡ്യൂട്ടീസ് ചെയ്യുന്നത്? ആ ഡ്യൂട്ടീസിൽ ചിലതൊക്കെ നമുക്ക് ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റിന്റെ സഹായത്തോടു കൂടി അവർ പേഷ്യൻസിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കി, a properly functioning kidneys prevent extra water, waste and other impurities from pile up എന്നാണ് കേട്ടോ. PILE, pile up in the body. പൈലപ്പ് എന്ന് പറഞ്ഞാൽ അടിഞ്ഞു കൂടുക. പൈലപ്പ് PILEUP, പൈലപ്പ് ഇൻ ദ ബോഡി, അടിഞ്ഞു കൂടുക. അപ്പൊ ഒരു ശരിയായ ഫങ്ഷനിങ് ചെയ്യുന്ന ഒരു കിഡ്നി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കിഡ്നി എന്തിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനെയൊക്കെ തടയുന്നു? അവരുടെ ബോഡിയിൽ എന്തെങ്കിലും എക്സ്ട്രാ വാട്ടറോ അല്ലെങ്കിൽ വേസ്റ്റോ മറ്റ് ഇമ്പ്യൂരിറ്റീസോ ഒക്കെ അടിഞ്ഞു കൂടുന്നതിനെ തടയുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് കിഡ്നിയുടെ. രണ്ടാമതായിട്ട് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്താ? ദേ ഓൾസോ ഹെൽപ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ ആൻഡ് കൺട്രോൾ ദി ലെവൽസ് ഓഫ് കെമിക്കൽ എലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിലുള്ള കെമിക്കൽ എലമെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു. എലമെന്റ്സിന്റെ ലെവല്, ദീസ് എലമെന്റ്സ് മേ ബി സോഡിയം ആൻഡ് പൊട്ടാസ്യം. അപ്പൊ രണ്ടാമത് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? അതിനെ ബ്ലഡ് പ്രഷർ. നമ്മുടെ കിഡ്നി ചെയ്യുന്ന കുറച്ച് ഫംഗ്ഷൻസ് ആണ്, മെയിൻ ഫംഗ്ഷൻസ് 2-3 പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞ എന്താ? ബ്ലഡ് പ്രഷർ, നമ്മുടെ രക്തസമ്മർദ്ദം, നമ്മുടെ ബോഡിയിലെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു. അതോടൊപ്പം തന്നെ ബ്ലഡിലുള്ള കെമിക്കൽ എലമെന്റ്സിന്റെ നിയന്ത്രിക്കുന്നു. അതിന്റെ ഏതൊക്കെ കെമിക്കൽ എലമെന്റ്സ് പറയുന്നത്? സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഡിയം പൊട്ടാസ്യം പോലെയുള്ള കെമിക്കൽ എലമെന്റ്സിന്റെ ലെവല്, നമ്മുടെ ബ്ലഡിലുള്ള കെമിക്കൽ എലമെന്റ്സിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. അതാണ് രണ്ടാമതായി പറയുന്ന ഫംഗ്ഷൻ. തേർഡ് വൺ നോക്കിയേ, കിഡ്നീസ് ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വിറ്റാമിൻ ഡി ദാറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അതായത് കിഡ്നി എന്ന് പറയുന്നത്, കിഡ്നി പ്രൊഡ്യൂസ് ആൻ ആക്റ്റീവ് ഫോം ഓഫ് വിറ്റാമിൻ ഡി. അതാണ് കാൽസിട്രിയോൾ എന്ന് പറയുന്നത്. അപ്പൊ കാൽസിട്രിയോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. കാൽസിട്രിയോൾ എന്ന് പറയുന്നത് കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വിറ്റാമിൻ ഡിയുടെ ആക്റ്റീവ് ഫോം ആണ്. ഓക്കെ, വിറ്റാമിൻ ഡിയുടെ ഒരു ആക്റ്റീവ് ഫോം ആയിട്ടുള്ള കാൽസിട്രിയോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കിഡ്നിയാണ്. ഇതെന്ന് പറയുന്നത്, കാൽസിട്രിയോൾ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ആണ്. ആ ഹോർമോൺ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യും. കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂട്ടും. അങ്ങനെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂട്ടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിലെ കാൽസ്യത്തിന്റെ ലെവല് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട്. അപ്പൊ അങ്ങനെ ബ്ലഡിലെ കാൽസ്യത്തിന്റെ ലെവല് കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂട്ടണം. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു ഫോം ഓഫ് വിറ്റാമിൻ ഡി, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് വിറ്റാമിൻ ഡി ആണ് കാൽസിട്രിയോൾ എന്ന് പറയുന്നത്. അതിനെ ആക്ടിവിറ്റികൾ, അതിനെ പ്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ കിഡ്നിയാണ്. കാൽസിട്രിയോൾ എന്ന് പറയുന്ന ആക്റ്റീവ് ഫോം ഓഫ് വിറ്റാമിൻ ഡിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കിഡ്നിയാണ്. അതൊരു ഹോർമോൺ ആണ്. അത് നമ്മുടെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ കൂട്ടുകയും ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവലിനെ കീപ്പ് ചെയ്യുകയും കൺട്രോൾ ചെയ്ത് നിർത്തുകയും ചെയ്യുന്നു. തേർഡ് പോയിന്റ് കിട്ടിയോ? അപ്പൊ 3 പോയിന്റ്സ് ആണ് കിഡ്നിയുടെ പ്രധാനമായിട്ട് വരുന്ന ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഒരു ശരിയായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന കിഡ്നി ആണെങ്കിൽ അത് ആ പേഷ്യന്റ് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരാളുടെ ബോഡിയിലെ കിഡ്നി എന്ത് ചെയ്യുന്നു? അവരുടെ ബോഡിയിൽ എന്തെങ്കിലും എക്സ്ട്രാ വാട്ടറോ വേസ്റ്റോ മറ്റ് ഇമ്പ്യൂരിറ്റീസോ ഒക്കെ അടിഞ്ഞു കൂടുന്നതിനെ തടയുന്നു. അതെന്ത് ചെയ്യുന്നു? അപ്പൊ തന്നെ റിമൂവ് ചെയ്ത് കളയും അല്ലെ. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താ? ഓൾസോ ഹെൽപ് ടു കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ. അവരുടെ ബോഡിയിലെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുകയും അവരുടെ ബ്ലഡിലുള്ള കെമിക്കൽ എലമെന്റ്സ്, സോഡിയം പൊട്ടാസ്യം പോലെയുള്ള
കെമിക്കൽ എലമെന്റ്സിന്റെ ലെവലിനെയും കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നു. മൂന്നാമതായിട്ട് പറഞ്ഞ എന്താ, കിഡ്നീസ് ഇവൻ ആക്ടിവേറ്റഡ് ഫോം ഓഫ് വിറ്റാമിൻ ഡി. ഒരു വിറ്റാമിൻ ഡിയുടെ ആക്ടിവേറ്റഡ് ഫോം ആണ് കാൽസിട്രിയോൾ. അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയാണ്. ആ കിഡ്നി അങ്ങനെയുള്ള കാൽസിട്രിയോൾ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി അത് കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂട്ടുകയും അത് നമ്മുടെ ബ്ലഡിലെ കാൽസ്യത്തിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. കിട്ടിയ 3 പോയിന്റ് എന്താണെന്നുള്ളത്. ഫോർത്ത് പോയിന്റ് നോക്കി, when kidneys are unable to perform these functions. ഈ കിഡ്നികൾക്ക് ഈ ഒരു ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അവരുടെ ആ ഒരു കപ്പാസിറ്റി നഷ്ടപ്പെട്ടു, ആ ഫംഗ്ഷനിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. ആ പ്രോപ്പർ ആയിട്ട് അങ്ങനെയുള്ള ശരിയായ രീതിയിൽ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ അതെങ്ങനെയാണ്, ഡ്യൂ ടു ഡിസീസസ് ഓർ ഇഞ്ചുറി. എന്തെങ്കിലും ഒരു ഇഞ്ചുറീസ് മൂലമാവാം, അല്ലെങ്കിലോ ഏതെങ്കിലും ഒരു ഡിസീസസ് വന്നതിന്റെ കാരണത്താലാവാം. അതെന്തുമായിക്കോട്ടെ, ആ ഒരു കിഡ്നികൾക്ക് നോർമൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡയാലിസിസ് ദാറ്റ് ക്യാൻ ഹെൽപ് ദ ബോഡി റൺ ആസ് നോർമലി ആസ് പോസിബിൾ. അപ്പൊ കിഡ്നി ഉണ്ടായിരിക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ ഫങ്ഷൻസ് വെച്ച് നമ്മുടെ അവരുടെ ആ ഒരു ബോഡി നോർമൽ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് അവിടെ ഹെൽപ്പ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി വിത്തൗട്ട് ഡയാലിസിസ്, ഇനി ആ പേഷ്യന്റ് ഇങ്ങനെ കിഡ്നി ഫെയിലിയർ ആയി, കിഡ്നി ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തവര് ഡയാലിസിസ് ചെയ്തില്ലെങ്കിലോ, ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനി ചെയ്യാതെ ഇരുന്നാലോ, വിത്തൗട്ട് ഡയാലിസിസ് സോൾസ് ആൻഡ് അതർ വേസ്റ്റ് പ്രൊഡക്ട്സ് വിൽ പൈൽ അപ്പ് ഇൻ ദ ബ്ലഡ്, പോയിസൺ ദ ബോഡി ആൻഡ് ഡാമേജ് അതർ ഓർഗൻസ്. എന്ത് ചെയ്യുന്നു, അങ്ങനെ അവര് ഇങ്ങനെയുള്ള കിഡ്നി ഫെയിലിയർ സംഭവിച്ചിട്ടും അവർ ഡയാലിസിസ് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ സോൾസ് ആൻഡ് അതർ വേസ്റ്റ് പ്രൊഡക്ട്സ്, വേസ്റ്റുകളും മറ്റു ലവണങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ ബോഡിയിൽ ബ്ലഡിൽ അടിഞ്ഞുകൂടുകയും അത് അവരുടെ ശരീരത്തെ തന്നെ പോയിസൺ ആകുകയും മറ്റ് ഓർഗൻസിനെ, അതുമായി ബന്ധപ്പെട്ട മറ്റു ഓർഗൻസിനെ എന്ത് ചെയ്യുന്നു, ഡാമേജ് ചെയ്യുക, അല്ലെ, അഫക്ട് ചെയ്യുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങള് നമ്മൾ എന്താണ് ഡയാലിസിസ് ചെയ്യുന്നത് വഴി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഈ കിഡ്നിയുടെ പ്രധാനമായിട്ട് വരുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ ആ ഒരു 4 പോയിന്റിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ആ ഒരു 4 പോയിന്റിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ അത് ക്ലിയർ ആയോന്ന്, ക്ലിയർ ആയോ, അത് ഒന്ന് പറയോ? തേർഡ് പോയിന്റ് ആണോ? തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പേര് പറഞ്ഞത്. അതായത് അവിടെ തേർഡ് പോയിന്റിൽ പറയുന്നത് കിഡ്നി എന്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്, വിറ്റാമിൻ ഡി. ആ വിറ്റാമിൻ ഡിയുടെ ഒരു ആക്റ്റീവ് ഫോം ആണ് കാൽസിട്രിയോൾ എന്ന് പറയുന്നത്. അതൊരു ഹോർമോൺ ആണ്. ഈ ഹോർമോൺ കാൽസിട്രിയോൾ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോർമോൺ എന്ത് ചെയ്യുന്നു, കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ കൂട്ടുന്നു, എൻഹാൻസ് ചെയ്യുന്നു. അങ്ങനെ കൂട്ടുന്നത് വഴി നമ്മുടെ ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും. ഓക്കെ, ഫോർത്ത് പോയിന്റിൽ പറയുന്നത് എന്താ, കിഡ്നി ഫംഗ്ഷൻ ചെയ്യാതെ, അതായത് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാതെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസീസസോ അല്ലെങ്കിൽ മറ്റ് ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോഴാണല്ലോ കിഡ്നി ഫംഗ്ഷൻ ചെയ്യാതെ വരുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതിന്റെ സഹായമായിട്ട്, അതായത് അവരുടെ ആ ഒരു നോർമലായിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഡയാലിസിസ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ എന്താണ്, വേസ്റ്റസ് പോലെയുള്ള സാധനങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുക, അവരുടെ ബ്ലഡില് അടിഞ്ഞുകൂടുകയും അത് എന്താണ് അവരുടെ ബോഡിയിൽ തന്നെ പോയിസണിങ് ചെയ്യുകയും അടുത്തുള്ള മറ്റ് ഓർഗൻസിനെ അഫക്ട് ചെയ്ത് അതിനെ ഡാമേജ് വരുത്തുകയും ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു നോക്കിയേ, ടൈപ്സ് ഓഫ് ഡയാലിസിസ്. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് ഡയാലിസിസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. ടൈപ്സ് ഓഫ് ഡയാലിസിസില് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ടൈപ്സ് ഓഫ് ഡയാലിസിസില് 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് നമ്മൾ പഠിക്കാറുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഹീമോഡയാലിസിസ്, സെക്കൻഡ് വൺ ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആൻഡ് തേർഡ് വൺ ആണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെങ്കിൽ CRRT. ഈ 3 ടൈപ്പ്
നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. അതിലെ ഫസ്റ്റ് വൺ ആണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഹീമോ ഡയാലിസിസ് അല്ലെങ്കിൽ HD. അപ്പൊ ആ ഒരു ഷോർട്ട് ഫോം പഠിച്ചിരിക്കുക, HD. ഇനി വരുന്ന നോട്ട്സിലോട്ടൊക്കെ ചിലപ്പോൾ HD എന്ന് തന്നെയായിരിക്കും കാണും കേട്ടോ. ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ജസ്റ്റ് HD എന്ന് മാത്രം കൊടുത്തിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് PD, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ PD എന്നൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുക. അപ്പൊ അത് HD എന്താണ് അല്ലെങ്കിൽ PD എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഫസ്റ്റ് വൺ ടൈപ്പ് ആണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. The most common type of dialysis is hemodialysis. Hemodialysis ആണ് ഡയാലിസിസ് ടൈപ്പുകളിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയാലിസിസ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡയാലിസിസ് ടൈപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാ എഴുതണ്ടേ? ഹീമോ ഡയാലിസിസ് ആണ്. Okay, hemodialysis is a method in which a dialysis machine and a special filter called an artificial kidney or a dialyzer is used. This artificial kidney or hemodialyzer eliminates waste and surplus fluid from the blood. അപ്പൊ ഈ ഹീമോഡയാലിസിസില് ആ ഒരു ഡയാലിസിസ് ടൈപ്പില് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് നമ്മൾ പറഞ്ഞു. അതില് ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി. ഇനി എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി നോക്കിയേ, ഇവിടെ ഒരു ഡയാലിസിസ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹീമോഡയാലിസിസില് ആ ഒരു മെത്തേഡില് ഇവരൊരു ഡയാലിസിസ് മെഷീനും അതോടൊപ്പം ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഉണ്ടായിരിക്കും. ബ്ലഡിനെ ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഒരു ഡയാലിസിസ് മെഷീനും ഉൾപ്പെടുന്ന ഒരു യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയാലൈസർ. കിട്ടിയോ? അപ്പോ ആ ഒരു ഹീമോഡയാലിസിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഡയാലിസിസ് മെഷീൻ ആവശ്യമാണ്, അതിനോടൊപ്പം ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഉണ്ടായിരിക്കും. ആ ഡയാലിസിസ് മെഷീനെയും ആ ഫിൽറ്ററിനെയും കൂടി ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയാലൈസർ. ഇനി മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് ഹീമോഡയലൈസർ. എങ്ങനെ ചോദിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ. ഹീമോഡയലൈസർ എന്ന് ചോദിച്ചാലും ഡയലൈസർ എന്ന് ചോദിച്ചാലും ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് ചോദിച്ചാലും എന്താണ്? ഒരു ഡയാലിസിസ് മെഷീൻ ആൻഡ് എ സ്പെഷ്യൽ ഫിൽറ്റർ. ഓക്കെ, ഇനി അവിടെ ആ ഒരു ഡയാലിസിസ് മെഷീൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫിൽറ്ററിനെ അതിനെ ഒരുമിച്ച് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെ. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു, വേസ്റ്റസിനെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഡയാലിസിസ് മെഷീന്റെയും സ്പെഷ്യൽ ഫിൽറ്ററിന്റെയും സഹായത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് വിളിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? അപ്പൊ ആ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഒരു ഹീമോഡയലൈസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ ബോഡിയിലെ ബ്ലഡിനെ സ്വീകരിച്ച് അതിനെ ഫിൽറ്റർ ചെയ്ത് എന്ത് ചെയ്യുന്നു? വേസ്റ്റിനെയും സർപ്ലസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ എക്സ്ട്രാ ഫ്ലൂയിഡിനെയൊക്കെ ബ്ലഡിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുന്നതിൽ റിമൂവ് ചെയ്യുന്നു. The filtered blood is then sent back to the body with the help of a dialysis machine. ഈ ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ തിരിച്ച് ഈ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ അവരുടെ ബോഡിയിലേക്ക് സെൻഡ് ബാക്ക് ടു ദ ബോഡി, തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ബിഫോർ സ്റ്റാർട്ടിംഗ് ഹീമോഡയാലിസിസ്, ഇനി ഒരു ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എ മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു മേക്ക് എ patients that is vascular access site opening into one of your blood vessels normally in the patient's arm. ഒരു vascular access site എന്താണ് vascular access site എന്ന്? opening into one of your blood vessels ചോദിക്കാറുണ്ട് കേട്ടോ. vascular access site എന്ന് പറഞ്ഞാൽ എന്താണ്? opening into one of your blood vessels. നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഏതെങ്കിലും ഒരിടത്തില് ഓപ്പണിംഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ദ്വാരമോ അല്ലെങ്കിൽ മുറിവോ ഉണ്ടാക്കുന്നതിനെയാണ് വാസ്കുലാർ അസസ് സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഒരു ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ മൈനർ സർജറീസ് നടത്തി ഇങ്ങനെയുള്ള വാസ്കുലാർ അസസ് സൈറ്റുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു വാസ്കുലാർ അസസ് സൈറ്റ് പ്രധാനമായിട്ടും പേഷ്യൻസിന്റെ ആമില് അല്ലെങ്കിൽ കൈകളിലാണ് ചെയ്യാറ്. This access site is important to have an easy way to get blood from the body through the dialyzer and then send back to the
ബോഡി. അപ്പൊ ഈ ഒരു വാസ്കുലാർ അസസ് സൈറ്റ് അവരുടെ ബ്ലഡ് ബോഡിയിൽ നിന്നും ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ബ്ലഡ് എടുക്കണം അല്ലെ. എന്തിനാണ്? ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ബ്ലഡ് എടുക്കണമെങ്കിൽ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവണമല്ലോ. അതിനു വേണ്ടിയാണ് ഒരു അസസ് സൈറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ. ആ ഒരു അസസ് സൈറ്റിലൂടെ നമുക്ക് ബ്ലഡ് അവരുടെ ആ ഒരു ഡയാലിസിസ് മെഷീനിലേക്ക് കൊണ്ടുവരാനും തിരിച്ച് അതേ സമയം തന്നെ എന്ത് ചെയ്യുന്നു, അത് ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് അവരുടെ ആ ഒരു ബോഡിയിലേക്ക് ആർട്ടറീസിലോട്ട് തന്നെ തിരിച്ച് വിടാനും സഹായിക്കുന്ന ഒരു മെഷീൻ അവിടെ ഉണ്ട്. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു സൈറ്റ് വേണം. അവിടെ ഒരു മുറിവുണ്ടാക്കി, ഒരു മൈനർ സർജറീസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സൈറ്റ്, അസസ് സൈറ്റ് അവിടെ ഉണ്ടാക്കി, ഓപ്പണിംഗ് ഉണ്ടാക്കി, അവിടെ നിന്നാണ് നമ്മൾ ആ വഴിയാണ് നമ്മൾ അവിടെ ഒരു പ്രൊസീജിയർ മെഷീനുമായി കണക്ട് ചെയ്ത് ചെയ്യുന്നത്. ഹീമോഡയാലിസിസ് എന്താണെന്ന് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്. ഇവിടെ ഹീമോഡയാലിസിസിൽ നമ്മൾ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൽ ഒരു ഡയാലിസിസ് മെഷീനും ഒരു സ്പെഷ്യൽ ഫിൽറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു യൂണിറ്റിനെ, അതായത് ഒരു ഡയാലിസിസ് മെഷീനെയും ഒരു സ്പെഷ്യൽ ഫിൽറ്ററിനെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി, അല്ലെങ്കിൽ ഡയലൈസർ, അല്ലെങ്കിൽ ഹീമോഡയലൈസർ എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ത് ചെയ്യുന്നു, അവരുടെ ബോഡിയിൽ നിന്നും ഒരു വാസ്കുലാർ അസസ് സൈറ്റ് ഉണ്ടാകണം. ആദ്യം എന്താണ്, ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു വാസ്കുലാർ അസസ് സൈറ്റ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇൻ ടു ദ വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽസ്. നമ്മുടെ ബ്ലഡ് വെസൽസിൽ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നു, അതാണ് നമ്മുടെ വാസ്കുലാർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്. ആ വാസ്കുലാർ അസസ് സൈറ്റിലൂടെയാണ് ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി സ്വീകരിക്കുന്നതും ആ മെഷീൻ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്യുന്നതും, അത് അറ്റ് ഈ ടൈം തന്നെ എന്ത് ചെയ്യുന്നു, പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് അവരുടെ തിരിച്ചവരുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നതും. അപ്പൊ അത് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 4 മണിക്കൂറോളം ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ബ്ലഡിൽ എല്ലാ വേസ്റ്റസിനെയും ഇമ്പ്യൂരിറ്റീസിനെയും ഒക്കെ മാറ്റി നല്ല പ്യുവർ ആക്കി പ്യൂരിഫൈ ചെയ്ത് അവരുടെ ബോഡിയിലേക്ക് ആ ബ്ലഡിനെ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരേണ്ട കാര്യം, ഈ ഒരു ഡയാലിസിസ് മെഷീൻ സ്പെഷ്യൽ ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയാലിസിസ് ടൈപ്പ് ആണ്. അതോടൊപ്പം തന്നെ എന്താണ് ഒരു വാസ്കുലാർ അസസ് സൈറ്റ് എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് വൺ പറയുന്നതാണ് the different types of access for hemodialysis are as follows. ഇനി ഇവിടെ വാസ്കുലാർ അസസ് സൈറ്റുകൾ നമ്മൾ പറഞ്ഞല്ലോ. ആ വാസ്കുലാർ അസസ് സൈറ്റുകൾ, അതായത് ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ ഒരു 3 വാസ്കുലാർ അസസ് സൈറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ 3 അസസ് സൈറ്റുകൾ ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം വരാം. ചിലർക്ക് ഫിസ്റ്റുല ആയിരിക്കും ചെയ്യുക, ചിലർക്ക് ഗ്രാഫ്റ്റ് ആയിരിക്കും ചെയ്യുക. അത് അവരുടെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് കേട്ടോ. അപ്പൊ ഇവിടെ 3 വാസ്കുലാർ അസസ് സൈറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഹീമോഡയാലിസിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് കേട്ടോ. ഓരോ ടൈപ്പിലും വ്യത്യസ്തമാണ്. അപ്പൊ ഹീമോഡയാലിസിസില് 3 അസസ് സൈറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, അല്ലെങ്കിൽ AV ഫിസ്റ്റുല. സെക്കൻഡ് വൺ ആണ് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്, അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ്. തേർഡ് വൺ ആണ് വാസ്കുലാർ അസസ് കത്തീറ്റർ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആന്റീരിയോ വീനസ് ഫിസ്റ്റുല, അല്ലെങ്കിൽ AV ഫിസ്റ്റുല. ജസ്റ്റ് ആ ഒരു ഇവിടെ കണ്ട ഒരു ഫിസ്റ്റുല ഉണ്ടാക്കിയിരിക്കുന്നു, അതായത് ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. അതാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ആ ഒരു ഭാഗം ഫിസ്റ്റുല പോലെ, അല്ലെങ്കിൽ ആ ഒരു ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ജസ്റ്റ് AV ഫിസ്റ്റുല എന്താണെന്ന് കേട്ടിരിക്കുക കേട്ടോ. AV ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പ്രധാനമായിട്ടും കൈകളിലാണ് ചെയ്യുന്നത്. അപ്പൊ കൈകളിൽ ഇനി അവിടെ വലിയ ലാർജ് ആർട്ടറീസ് ഇല്ല, അല്ലെങ്കിൽ അവിടുത്തെ ഹെൽത്തി അല്ല, ആർട്ടറീസ് ഒന്നും ഹെൽത്തി അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് ഇത് തന്നെ മതി കേട്ടോ. നോട്ട്സ് ഇതാണുള്ളത്. ഞാൻ ജസ്റ്റ് ആ ഒരു ഔട്ട്ലൈൻ തന്നിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ആ ഒരു AV ഫിസ്റ്റുല എന്ന് പറയുന്നത് എന്താണ്, ആർട്ടറിയോ ഒക്കെ നല്ല ലാർജ് ആയിട്ടുള്ള ആർട്ടറി ഇല്ല, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആർട്ടറീസ് ഇല്ല എങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് നമുക്ക് കൈകളിൽ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണെങ്കിൽ കാലുകളിൽ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാം. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഒരു ആർട്ടറി ഇപ്പൊ കൈകളിലാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതലായിട്ടും പ്രധാനമായിട്ടും കൈകൾ ഹാൻഡിലാണ്, ആംസിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ കൈകളിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കും. അങ്ങനെ സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ആ ഒരു ബ്ലഡിന്റെ ഫ്ലോ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ബ്ലഡ് ഫ്ലോ റേറ്റ് കൂടിയാൽ മാത്രമേ, ഇതൊരു പെട്ടെന്ന് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. അതായത് അറ്റ് എ ടൈം തന്നെ ബ്ലഡ്
ബ്ലഡ് വലിച്ചെടുത്ത് അത് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിലേക്ക് ഫിൽറ്റർ ചെയ്ത ബ്ലഡ് കയറ്റുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു സമയം ഒരു 4 മണിക്കൂറോളം ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നല്ല ഫ്ലോ റേറ്റിലുള്ള ബ്ലഡ് ഫ്ലോ റേറ്റ് കൂടിയിരിക്കണം, എന്നാലല്ലേ പെട്ടെന്ന് നമുക്ക് ആ ഒരു പ്രൊസീജിയർ ആവശ്യമായിട്ടുള്ള ബ്ലഡ് കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫിസ്റ്റുല പോലെ, ഫിസ്റ്റുലയോ ഗ്രാഫ്റ്റ് പോലെയുള്ള അസസൈറ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇവിടെ വാസ്കുലർ അസസൈറ്റ് ഫസ്റ്റ് വൺ പറഞ്ഞത് നമ്മൾ AV ഫിസ്റ്റുലയാണ്. ഈ ഫിസ്റ്റുലയിൽ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നത് എന്തൊക്കെ തമ്മിലാണ്? ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നു. കൈകളിലാണ് ഇത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും കൈകളിലാണ്. ഇനി കയ്യിൽ ചെയ്യാൻ പറ്റാത്ത കേസുകൾ മാത്രമേ കാലിൽ ഇത് നമ്മൾ പ്രിഫർ ചെയ്യുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അസസൈറ്റ് ആണ്. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു അസസൈറ്റ് ആണ്. കാരണം ഇവിടെ എന്താ, നമ്മൾ എക്സ്ട്രാ വേറെ ഒരു സാധനം കൊണ്ടല്ല ആ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ബ്ലഡ് വെസൽസ് അല്ലെ, നമ്മുടെ ആർട്ടറി ആണെങ്കിലും വെയിൻ ആണെങ്കിലും നമ്മുടെ ബ്ലഡ് വെസൽ തന്നെയാണ് അല്ലെ, നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ശരീരത്തിലുള്ള ഐറ്റം തന്നെയാണ്, സാധനങ്ങളാണ്. അപ്പൊ ബ്ലഡ് വെയിൻസും ആർട്ടറീസും ഒക്കെ എന്താണ്, രണ്ടും കൂടി എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതൊരു നാച്ചുറൽ അസസൈറ്റ് ആയിട്ട് വരുന്നു. അപ്പൊ നാച്ചുറൽ അസസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡ് വെസൽസ് വഴി അത് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നത് കൊണ്ട് ഒരു നാച്ചുറൽ അസസൈറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകൾ വളരെ കുറവായിരിക്കും. ഇത്രയുമാണ് നമുക്ക് AV ഫിസ്റ്റുലയെ പറ്റി പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാനൊരു ഇൻഡക്ഷൻ പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പൊ നോക്കി ഇനി പോയിന്റ്സ്, AV fistula അല്ലെങ്കിൽ arteriovenous fistula, and AV fistula is a surgical connection between an artery and a vein. ഒരു ആർട്ടറിയും ഒരു വെയിനും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നു. അതാണ് AV fistula എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എന്താണ്, ഒരു വാസ്കുലർ അസസൈറ്റ് ഇനി സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നു, ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്ന വാസ്കുലർ അസസൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് എഴുതണം, AV ഫിസ്റ്റുലയാണ്. ഓക്കെ, ഇനി ഓഫൺ എ ഫിസ്റ്റുല ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ആം. പ്രധാനമായിട്ടും ഫിസ്റ്റുല എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ കൈകളിലാണ്. ഇഫ് ദ ആർട്ടറീസ് ഇൻ ദ ആം ആർ നോട്ട് ലാർജ്, ആർട്ടറി ആമിലുള്ള അല്ലെങ്കിൽ കൈകളിലുള്ള ആർട്ടറീസ് ലാർജ് അല്ല എങ്കിലോ അല്ലെങ്കിൽ ഹെൽത്തി അല്ല എങ്കിലോ ഒക്കെ ഇറ്റ് ക്യാൻ ഓൾസോ ബി പുട്ട് ഇൻ ദ ലെഗ്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലെഗിലോട്ട് കാലില് ചെയ്യാൻ പറ്റുന്നതാണ്. It is the most natural assocyate as it is formed from blood vessels. ഇനി ഇതെന്ത് ചെയ്യുന്നു, നാച്ചുറൽ അസസൈറ്റ് ആണ്. ഏറ്റവും മോസ്റ്റ് നാച്ചുറൽ അസസൈറ്റ് വാസ്കുലർ അസസൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് എഴുതണം, AV ഫിസ്റ്റുല അല്ലെങ്കിൽ arteriovenous ഫിസ്റ്റുലയാണ്. It is formed from blood vessels. ബ്ലഡ് വെസൽസിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്നതായതുകൊണ്ട് ഇതിനെ ഒരു നാച്ചുറൽ അസസൈറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇറ്റ് ഹാസ് ദ റെയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിംഗ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസും ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് എങ്ങനെയായിരിക്കും, റെയറസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ AV ഫിസ്റ്റുല മനസ്സിലായോ, ക്ലിയർ ആയോ AV ഫിസ്റ്റുല? ഓക്കെ, ജസ്റ്റ് ഇത്രയും മാത്രമേ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. AV ഫിസ്റ്റുലയിൽ അവിടെ ഒരു സർജിക്കൽ കണക്ഷൻ വരുന്നുണ്ട്, വീനും ആർട്ടറിയും തമ്മിൽ. കയ്യിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ AV ഫിസ്റ്റുലയിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫിസ്റ്റുല എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലഡ് വെസൽസ് കൂടി, ബ്ലഡ് വെസൽസ് ഫോം ചെയ്തുകൊണ്ടാണ് അല്ലെ, ആർട്ടറി വെയിൻ പോലുള്ള ബ്ലഡ് വെസൽസ് ഫോം ചെയ്തുകൊണ്ടാണ്. അതൊരു നാച്ചുറൽ അസസൈറ്റ് ആയി മാറി അല്ലെ, അവിടെ നമ്മൾ എക്സ്ട്രാ ഒരു സാധനം കൊണ്ടും അല്ലാതെ നിർമ്മിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു നാച്ചുറൽ അസസൈറ്റ് ആയതുകൊണ്ട് അവിടെ ആ ഒരു ഇൻഫെക്ഷനോ മറ്റു ബ്ലഡ് ക്ലോട്ടിങ്ങുകളോ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ റെയറസ്റ്റ് ആണ്. ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ AV ഫിസ്റ്റുല ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ ആണ് AV ഗ്രാഫ്റ്റ്. ഇവിടെ കണ്ടോ ഗ്രാഫ്റ്റ്, ഇതും ഞാൻ ജസ്റ്റ് ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞു തന്നത് നമുക്ക് നോട്ട്സിലോട്ട് പോവാം കേട്ടോ. അതാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പമെന്ന് വിചാരിക്കുന്നു. അപ്പൊ AV ഗ്രാഫ്റ്റ്, നിങ്ങൾ ആ ഒരു പിക്ചർ നോക്കി, AV ഗ്രാഫ്റ്റിന്റെ അവിടെ ഒരു ഹോളോ ട്യൂബ്, അതായത് ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സിന്തറ്റിക് ട്യൂബിനെയാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ AV ഫിസ്റ്റുലയിൽ അങ്ങനെ ഒരു ഗ്രാഫ്റ്റോ സാധനങ്ങളോ ഒന്നും എക്സ്ട്രാ നമ്മളൊന്നും ചെയ്തില്ല അല്ലെ. എന്നാൽ ഇവിടെ ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന AV ഗ്രാഫ്റ്റിലോട്ട് വരുമ്പോ ഇവിടെ ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഗ്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ്.
കിട്ടിയോ? ആ ഒരു ഗ്രാഫ്റ്റിനെ ഒരു എൻഡ് ആർട്ടറിയുമായി കണക്ട് ചെയ്യുന്നു, മറ്റൊരു എൻഡ് വെയിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ഗ്രാഫ്റ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു എക്സ്ട്രാ, അതായത് നമ്മൾ ഒരു പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്. ആ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ട്യൂബ് ഉള്ളിൽ എങ്ങനെയായിരിക്കും? ഹോൾ ഉള്ളതായിരിക്കും കേട്ടോ. അപ്പൊ അത് വഴി ആർട്ടറിയും വെയിനും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നു. ഒരു എൻഡ് ആർട്ടറിയുമായിട്ടും മറ്റൊരു എൻഡ് വെയിനുമായിട്ടും കണക്ട് ചെയ്ത് വെക്കും. ഇനി ഇത് തമ്മിലും ആർട്ടറിയിലാണെങ്കിൽ നല്ല ഹൈ ഫ്ലോ, ഹൈ പ്രഷറിലുള്ള ബ്ലഡ് ആണ് വരുന്നത്. അതേസമയം വെയിനില് ലോ പ്രഷറുള്ള ബ്ലഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫ്ലോ റേറ്റില് വ്യത്യാസം ഉണ്ടാവും. ബ്ലഡ് ഫ്ലോ ചെയ്ത് പോകുന്നതിന്റെ ആ ഒരു റേറ്റില് വ്യത്യാസം ഉണ്ടാവും. എന്നാൽ നമുക്ക് ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നല്ല ഹൈ ഫ്ലോയിലുള്ള ബ്ലഡ് കിട്ടിയേ പറ്റുള്ളൂ. എന്നാൽ ആ മെഷീനിലോട്ട് പെട്ടെന്ന് ബ്ലഡിനെ കയറ്റാനും അത് പ്യൂരിഫൈ ചെയ്ത് കൊടുക്കാനും പറ്റുള്ളൂ. അപ്പൊ അവിടെ ആവശ്യമായിട്ടുള്ള ബ്ലഡ് ആ ഒരു ഫ്ലോ റേറ്റ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണക്ഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ആർട്ടറിയിലൂടെ ഹൈ ഫ്ലോ, ഹൈ പ്രഷറുള്ള ബ്ലഡ് വരുന്നുണ്ട്. വെയിലാണെങ്കിലോ ലോ ഫ്ലോ, ലോ പ്രഷറുള്ള ബ്ലഡ് വരുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോ ഒരു വെള്ളത്തിന്റെ കേസൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എവിടെയെങ്കിലും എന്താണ് ലോ പ്രഷറുള്ള ബ്ലഡ്, ലോ പ്രഷറുള്ള ഒരു രണ്ട് പാരലായിട്ട് പോകുന്ന രണ്ട് നദികളോ അല്ലെങ്കിൽ തടാകങ്ങളോ ആണെന്ന് വിചാരിക്കുക, നദികളാണെന്ന് വിചാരിക്കുക. അത് തമ്മില് രണ്ടെണ്ണവും തമ്മില് ഒരു കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാല് എവിടെ നിന്ന് എവിടേക്കായിരിക്കും ബ്ലഡ് വാട്ടർ പോവുക? എവിടെ നിന്ന് എവിടേക്കായിരിക്കും? ഹൈ പ്രഷർ, ഹൈ ഫ്ലോയിൽ പോകുന്ന അവിടെ നിന്ന് ലോ ഫ്ലോയിലോട്ടാണോ, ലോ സൈഡിൽ നിന്ന് ഹൈ സൈഡിലോട്ടാണോ പോവുക? എങ്ങനെയാ പോവുക? ഒന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞേ. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ? രണ്ട് പുഴകളുണ്ട്. അത് ഒരെണ്ണം നല്ല ഫ്ലോയില് നല്ല ഹൈ പ്രഷറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മറ്റൊരെണ്ണം മാത്രം പതുക്കെ സാധാരണ അല്ലെ? ലോ ടു ഹൈ ആണോ വരാ, അതോ ഹൈ ടു ലോ ആണോ വരാ? ലോ ടു ഹൈ ആണോ വരാ? ഹൈ ടു ലോ അല്ലെ? എപ്പോഴും ഹൈ പ്രഷറുള്ള ഏരിയയിൽ നിന്നും ലോ പ്രഷറുള്ള ഏരിയയിലേക്കായിരിക്കും ഫ്ലോ നടക്കുക. അപ്പൊ ഇവിടെയും ആർട്ടറിയിലൂടെ പോകുന്ന ബ്ലഡിനാണ് പ്രഷറും ഹൈ പ്രഷറും ഹൈ ഫ്ലോയും ഉള്ളത്. അവിടെ നിന്ന് ഈ ഒരു ഗ്രാഫ്റ്റ് വഴി വെയിൻസിലാണ് ലോ പ്രഷറും ലോ ഫ്ലോയും ഉള്ളത് അല്ലെ? അപ്പൊ ഇവിടെ ആർട്ടറിയിൽ നിന്ന് വരുന്ന ഹൈ ഫ്ലോ, ഹൈ പ്രഷറുള്ള ബ്ലഡ് ഈ ഗ്രാഫ്റ്റിലൂടെ ലോ ഫ്ലോ, ലോ പ്രഷറുള്ള വെയിൻസിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പൊ ആ ഒരു ഗ്രാഫ്റ്റിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഫ്ലോ റേറ്റ് കിട്ടുന്നുണ്ട്. അതായത് അവിടെ നിന്ന് ആ ഒരു ഹൈ ഫ്ലോയിൽ വരുന്ന ബ്ലഡ് പെട്ടെന്ന് ഈ ഒരു വെയിനിലോട്ട് എത്തുന്നത് കൊണ്ട് അവിടെ നമുക്ക് എന്താണ്, അവിടെ ഒരു ബ്ലഡ്, ആവശ്യമായിട്ടുള്ള ബ്ലഡിന്റെ ഫ്ലോ റേറ്റ് കിട്ടുകയും ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ബ്ലഡ് നമുക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഗ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കിട്ടിയോ? ഇത്രയും കിട്ടിയോ? പിന്നീട് അവിടെ നിന്ന് നോർമൽ ആയിട്ട് ആ ഹീമോഡയാലിസിസ് പ്രോസസ് ചെയ്യുന്നു. മെഷീന്റെ സഹായത്തോടു കൂടി ബ്ലഡ് എടുക്കുകയും പ്യൂരിഫൈ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് തിരിച്ച് അവരുടെ ആർട്ടറീസിലോട്ട് ഈ ഒരു ബ്ലഡിനെ തിരിച്ച് അവരുടെ ബോഡിയിലേക്ക് കയറ്റി വിടുകയും ചെയ്യുന്നു. ഈ AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കി ഇത്രയും മാത്രമേ ഉള്ളൂ. ആൻഡ് ആർട്ടീരിയോവീനസ് ഗ്രാഫ്റ്റ് ഇസ് എ കൈൻഡ് ഓഫ് അസസ് യൂസ്ഡ് ഫോർ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിന് യൂസ് ചെയ്യുന്ന മറ്റൊരു തരം അസസ് സൈറ്റ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. The graft is normally placed in the arm. എപ്പോഴും നമ്മുടെ കൈകളിലാണ് ഈ ഗ്രാഫ്റ്റ് പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ but may be placed in the leg if needed. ഇനി അവിടെ കൈകളിൽ ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭങ്ങളിലാണെങ്കിൽ നമുക്ക് അവരുടെ ആവശ്യകതയിൽ കൺസിഡർ ചെയ്തുകൊണ്ട് കാലുകളിൽ ചെയ്യാൻ പറ്റും. An AV graft is the connection of a vein and artery that uses a hollow synthetic tube, the actual graft. അപ്പൊ ഇവിടെ AV ഗ്രാഫ്റ്റിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അവരുടെ ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു അല്ലെ? എന്തുപയോഗിച്ചിട്ടാണ് കണക്ഷൻ ഉണ്ടാക്കുന്നത്? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ്. അതിനെയാണ് ആക്ച്വൽ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത്. One end of the tube is attached to the artery and the other end of the tube is attached to a vein. ഒരു എൻഡ് ആർട്ടറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, മറ്റൊരു എൻഡ് വെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. This connection results in blood flowing from the high flow, high pressure artery through the graft and into the low flow, low pressure vein. അപ്പോ ഈ ഒരു കണക്ഷൻ എന്തിനാണ് സഹായിക്കുന്നത്? ബ്ലഡ് ഫ്ലോ ചെയ്യും. എങ്ങനെയാണ്? ഹൈ ഫ്ലോ, ഹൈ പ്രഷർ ഉള്ള ആർട്ടറിയിൽ നിന്നും ലോ ഫ്ലോ, ലോ പ്രഷർ ഉള്ള വെയിനിലോട്ട് ഗ്രാഫ്റ്റിലൂടെയുള്ള ആ ഒരു ബ്ലഡിന്റെ ഫ്ലോ റേറ്റ് കൂടും.
ആ ഒരു ഫ്ലോ റേറ്റ് consequently the blood flow through the graft provides a flow rate that will supply enough blood to provide a suitable hemodialysis treatment. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഫ്ലോ റേറ്റ് കൂടുന്നത് മൂലം ആ ഒരു ഹീമോഡയാലിസിന് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ എമൗണ്ട് ഓഫ് ഇനഫ് ബ്ലഡ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്ലോ റേറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് നമുക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് AV graft provides a solution for small or weak veins. അതുകൊണ്ട് തന്നെ ഈ AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് സ്മോൾ അല്ലെങ്കിൽ വീക്ക് വെയിൻസിന്റെ ഒരു സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ സ്മോൾ അല്ലെങ്കിൽ വീക്ക് വെയിൻസ് ഉള്ള ആളുകൾക്ക് ഹീമോഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സൈറ്റ് ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഏതേണ്ടത് AV ഗ്രാഫ്റ്റ് എന്ന ഇതാ. അപ്പൊ AV ഗ്രാഫ്റ്റിലും AV ഫിസ്റ്റുലയിലും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാല് എന്താണ് ഒരു ആക്ച്വൽ ഗ്രാഫ്റ്റ് എന്ന് ചോദിക്കാം. അതെന്താണ്, ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ് അല്ലെ, ആർട്ടറിയെയും വെയിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബിനെയാണ് ഗ്രാഫ്റ്റ് എന്ന് ചോദിക്കുന്നത്, ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാലോ. അതുപോലെ തന്നെ സ്മോൾ അല്ലെങ്കിൽ വീക്ക് വെയിൻസിന്റെ സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് ഏതാണ്, AV ഗ്രാഫ്റ്റ് ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ് AV ഫിസ്റ്റുലയിലാണെന്ന് അവർ ചോദിക്കാം. എന്താണ് AV ഫിസ്റ്റുല മോസ്റ്റ് നാച്ചുറൽ സൈറ്റ് ഏതാണ്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ബ്ലഡ് വെസൽസിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന സൈറ്റ് ഏതാണ്, അതുപോലെ അവിടെ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നത്, ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷനിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വാസ്കുലർ സൈറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് AV ഫിസ്റ്റുലയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അതുപോലെ ഇതിന് തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് രണ്ടും കൈകളിലാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതലായിട്ടും കൈകളിലാണ്. കയ്യിൽ ചെയ്യാൻ പറ്റാതെ വന്നാൽ മാത്രമേ അത് കാലിലേക്ക് പോകുന്നുള്ളൂ. ഈ ആദ്യത്തെ രണ്ടെണ്ണം ക്ലിയർ ആയോ? ഫിസ്റ്റുലയും ഗ്രാഫ്റ്റും ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് തേർഡ് വൺ ഒരെണ്ണം കൂടി ഉള്ളൂ നമുക്ക് ഈ ഒരു സൈറ്റില് പഠിക്കാനുള്ളത്. തേർഡ് വൺ ആണ് വാസ്കുലാർ അസസ് കത്തീറ്റർ. നമ്മൾ കത്തീറ്ററൈസേഷൻ ഒക്കെ റേഡിയോളജി ചാപ്റ്ററിൽ പഠിച്ചതല്ലേ, കത്തീറ്ററൈസേഷൻ അല്ലെങ്കിൽ കത്തീറ്റർ പ്ലേസ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പൊ ഇവിടെയും ഒരു കത്തീറ്ററിന്റെ സഹായത്തോടു കൂടി, അതായത് വാസ്കുലാർ അസസ് കത്തീറ്റർ ഇവിടെ പറയുന്നത്, ഈ ഒരു വാസ്കുലാർ അസസ് കത്തീറ്ററിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മറ്റു രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത് കേട്ടോ. AV ഗ്രാഫ്റ്റും AV ഫിസ്റ്റുലയിലും നമ്മൾ കൈകളിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ, കൈകളിലാണ്. കയ്യിൽ പറ്റാതെ വരുന്ന കേസുകളിലാണ് നമ്മൾ കാലിൽ ചെയ്യുന്നു പറഞ്ഞത്. എന്നാൽ ഈ വാസ്കുലർ അസസ് കത്തീറ്റർ ചെയ്യുന്നത് നെക്കിലാണ്, കഴുത്തിലാണ്. അതാണ് അവിടുത്തെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ലാർജ് വെയിൻ ആയിട്ടുള്ള കഴുത്തിലുള്ള ലാർജ് വെയിൻസിലാണ് ഇത് ചെയ്യുന്നത്. അവിടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് കണക്ട് ചെയ്ത് അതാണ് കത്തീറ്ററൈസേഷൻ. അതായത് കത്തീറ്ററൈസേഷനിലൂടെ എന്താണ് അവിടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്യൂബ് പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡയാലിസിസ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ഡയാലിസിസ് ചെയ്യുമ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ വാസ്കുലർ അസസ് കത്തീറ്റർ നമുക്ക് ഷോർട്ട് ടേം ഹീമോ ഡയാലിസിസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഷോർട്ട് ടേം ഹീമോ ഡയാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള വാസ്കുലർ അസസ് സൈറ്റ് ഏതാണെന്ന് നിങ്ങളോട് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഷോർട്ട് ടേം ഹീമോ ഡയാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്, വാസ്കുലർ അസസ് കത്തീറ്റർ ആണ്. എന്നാൽ ലോങ് ടേം ഹീമോ ഡയാലിസിസിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് അല്ലെങ്കിൽ അസസ് സൈറ്റുകൾ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ AV ഫിസ്റ്റുലയും വരും, AV ഗ്രാഫ്റ്റും വരും. ഓക്കെ, AV ഗ്രാഫ്റ്റും AV ഫിസ്റ്റുലയും എന്താണ്, ലോങ് ടേം ഹീമോ ഡയാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഷോർട്ട് ടേം ഹീമോ ഡയാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത് വാസ്കുലർ അസസ് കത്തീറ്റർ ആണ്. ഓക്കെ, ഇനി ഒന്ന് നോക്കിയേ, വാസ്കുലർ അസസ് കത്തീറ്റർ. It is a flexible tube that is placed in a large vein, usually in your neck, only for short-term hemodialysis. ഒരു ഷോർട്ട് ടേം ഹീമോഡയാലിസിന് വേണ്ടിയിട്ട് നമ്മുടെ നെക്കില്, കഴുത്തില് ലാർജ് വെയിനിലാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ വാസ്കുലർ അസസ് കത്തീറ്റർ ഉണ്ടാക്കിയെടുക്കുന്നതും ഈ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ് ചെയ്യുന്നതും.
If kidney disease has progressed rapidly, a patient may not have time for placement for an AV fistula or AV graft before beginning hemodialysis treatment. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് പെട്ടെന്ന് അവർക്ക് ആ ഒരു ഡിസീസ് പ്രോഗ്രസീവായി റാപ്പിഡ്ലി പ്രോഗ്രസീവായി പെട്ടെന്ന് ആ ഒരു ഡിസീസിന്റെ ആ ഒരു കണ്ടീഷൻ കൂടി സീരിയസ് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ സീരിയസ് ആയ ഒരു കണ്ടീഷനിലുള്ള ആളുകൾക്കാണെങ്കിൽ പെട്ടെന്നാണല്ലോ അവർക്ക് അങ്ങനെ സീരിയസ് ആയി മാറിയത്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് പെട്ടെന്ന് AV ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ AV ഫിസ്റ്റുലയോ ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു സമയം ഉണ്ടാവില്ല അവിടെ. അപ്പൊ അങ്ങനെ സമയമില്ലാത്ത കേസുകളിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹീമോ ഡയാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു സൈറ്റ് ഉണ്ടാക്കി ഹീമോ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ AV ഗ്രാഫ്റ്റ് ആണെങ്കിലും AV ഫിസ്റ്റുല ആണെങ്കിലും അത് ചെറിയ മൈനർ സർജറീസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് മെച്ചുവർ ആവാൻ, അതായത് ഒരു ഹീമോ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളോ കുറച്ച് മാസങ്ങളോ ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അവിടെ ഹീമോ ഡയാലിസിസ് അങ്ങനെ ഒരു അസസ് ആയിട്ട് ഉണ്ടാക്കിയാൽ പോലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് പകരമായിട്ട് അതായത് ആ ഒരു AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ഒക്കെ സർജറീസ് വഴി ചെയ്ത് അതൊന്ന് മെച്ചുവർ ആയി കിട്ടാൻ, അതായത് ഈ ഒരു ഹീമോ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണമല്ലോ. ആ ഒരു സമയം വരെയും ആ പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയം വരെയും നമുക്ക് ഈ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഹീമോ ഡയാലിസിസ് ഇങ്ങനെയുള്ള വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് വഴി ചെയ്തു കൊടുക്കാവുന്നതാണ്. അതാണ് വാസ്കുലർ അസസ് കത്തീറ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത്. കിഡ്നി ഡിസീസസ് ഹാസ് പ്രോഗ്രസ് റാപ്പിഡ്ലി, പെട്ടെന്ന് എന്താണ് സീരിയസ് ആയിട്ട് മാറുകയാണെങ്കിൽ എ പേഷ്യന്റ് മേ നോട്ട് ഹാവ് ടൈം ഫോർ പ്ലേസ്മെന്റ് ഫോർ ആൻ AV ഫിസ്റ്റുല ഓർ AV ഗ്രാഫ്റ്റോ, AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ ഒരു AV ഗ്രാഫ്റ്റോ ഒന്നും പ്ലേസ് ചെയ്യാനുള്ള ഒരു സമയം അവിടെ ഉണ്ടായിരിക്കില്ല ബിഫോർ ബിഗിനിങ് ഹീമോ ഡയാലിസിസ് ട്രീറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ഹീമോ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെ AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ഒന്നും ചെയ്യാനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു അസസ് സൈറ്റ് ആണ് വാസ്കുലർ അസസ് കത്തീറ്റർ. കിട്ടിയത് നെക്കിലാണ് ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് പ്ലേസ് ചെയ്തുകൊണ്ട് നെക്കിലാണ് ഇത് ചെയ്യുന്നത്. വാസ്കുലർ അസസ് കത്തീറ്റർ കിട്ടിയോ? ഓക്കെ, ആ മൂന്നെണ്ണത്തിലും എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ? ക്ലിയർ ആണോ ആ മൂന്നെണ്ണം? ക്വസ്റ്റ്യൻസ് ചോദിക്കും. വാസ്കുലർ അസസ് കത്തീറ്ററിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് ഒരു ഷോർട്ട് ടേം ഹീമോ ഡയാലിസിസിന് ഉപയോഗിക്കുന്ന അസസ് സൈറ്റ് ഏതാണ്, അതുപോലെ മറ്റു രണ്ടെണ്ണത്തെ കുറിച്ചാണെങ്കിൽ ഒരു ലോങ് ടേം ഹീമോ ഡയാലിസിസിന് യൂസ് ചെയ്യുന്ന അസസ് സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ നെക്കില് ചെയ്യുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് പ്ലേസ് ചെയ്തുകൊണ്ട് ലാർജ് വെയിനിൽ പ്ലേസ് ചെയ്തുകൊണ്ട് നെക്കിൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു അസസ് സൈറ്റ്, വാസ്കുലർ അസസ് സൈറ്റ് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? വാസ്കുലർ അസസ് കത്തീറ്റർ ആണ്. അത് അങ്ങനെയും ചോദ്യം വരാറുണ്ട് കേട്ടോ. രണ്ട് ചോദ്യങ്ങളാണ് ഈ ഒരു വാസ്കുലർ അസസ് കത്തീറ്ററുമായി ബന്ധപ്പെട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കി, നെഫ്രോളജിസ്റ്റ്. ആരാണ് ഒരു നെഫ്രോളജിസ്റ്റ്? ഈ ഡോക്ടർ ഹു സ്പെഷ്യലൈസസ് ഇൻ കിഡ്നി പ്രോബ്ലംസ്. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു നെഫ്രോളജിസ്റ്റ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. നെഫ്രോളജിസ്റ്റ് ആരാണ്? ഡോക്ടർ ഹു സ്പെഷ്യലൈസസ് ഇൻ കിഡ്നി ഫങ്ഷൻസ്, കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അല്ലെ, കിഡ്നി പ്രോബ്ലംസ്, സോറി ഫങ്ഷൻസ് അല്ല, കിഡ്നി പ്രോബ്ലംസ് അല്ലെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന, എല്ലാ പ്രോബ്ലംസെയും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടറാണ് നെഫ്രോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നെഫ്രോളജിസ്റ്റിന്റെ സഹായം നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ. ഇന്റർവെൻഷണൽ റേഡിയോളജി നമ്മുടെ റേഡിയോളജി ചാപ്റ്ററിൽ പഠിച്ചതല്ലേ? അവിടെ എന്താ പറയുന്ന ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ഇൻവേഴ്സീവ് പ്രൊസീജിയർ വഴി നമ്മൾ അവിടെ ഒരു ചെറിയ ദ്വാരമോ അല്ലെങ്കിൽ ചെറിയ ഹോളോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതുവഴി ആ പ്രൊസീജിയർ ചെയ്യുന്നു അല്ലെ. അതിനുള്ളിലാണ് നമ്മൾ കത്തീറ്ററൈസേഷൻ ഒക്കെ പഠിച്ചത്. അപ്പോ ഇവിടെയും ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ, അതായത് നെഫ്രോളജിസ്റ്റ് മാത്രമല്ല ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്, നെഫ്രോളജിസ്റ്റുകൾ ഉണ്ട്. കാരണം എന്താ? അത് കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളായതുകൊണ്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആയിട്ടുള്ള നെഫ്രോളജിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കത്തീറ്ററൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഫിസ്റ്റുലയോ ഗ്രാഫോ ഒക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ അതിന് സഹായിക്കാനായിട്ട് നെഫ്രോളജിസ്റ്റിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന മറ്റൊരു ഡോക്ടറാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ. അവരെന്തിനെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതാണ്? എ ഡോക്ടർ ഹു യൂട്ടിലൈസസ്
മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് അല്ലെ. അവർ മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് അല്ലെ ഉപയോഗിക്കുന്നത്. നമ്മുടെ റേഡിയോളജി ചാപ്റ്ററിലൊക്കെ വ്യക്തമായിട്ട് പഠിച്ച കാര്യമാണ്. മെഡിക്കൽ ഇമേജിംഗ് ടൂളുകൾ ഉപയോഗിച്ചിട്ട് ടു എക്സിക്യൂട്ട് ഓപ്പറേഷൻസ് ആൻഡ് പെർഫോം ദ venous catheter placement procedure in a hospital or an outpatient center. അപ്പൊ ഇവിടെ കത്തീറ്റേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിന് നെഫ്രോളജിസ്റ്റിന്റെ കൂടെ അവർ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, അവർക്ക് സഹായിയായിട്ട് ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകളായിട്ടുള്ള ഡോക്ടേഴ്സും ഉണ്ടായിരിക്കും. അവരാണ് ഈ കത്തീറ്ററൈസേഷൻ പ്രൊസീജിയർ, കത്തീറ്റർ പ്ലേസ്മെന്റ്, വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റുകളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതെന്താണ്, അവർ ആ ഒരു ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട്, ഇമേജിംഗ് ടൂളുകൾ ഉപയോഗിച്ചിട്ട്, മെഡിക്കൽ ഇമേജിംഗ് ടൂളുകൾ ഉപയോഗിച്ച് ആ വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് ഒക്കെ ചെയ്ത് ആ ഓപ്പറേഷൻസ് കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. അതൊന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് സെന്ററിലോ, അത് എവിടെയും ആയിക്കോട്ടെ, അതായത് ഡയാലിസിസ് സെന്റർ പോലുള്ള ഔട്ട് പേഷ്യന്റ് സെന്ററുകളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. ഒരു നെഫ്രോളജിസ്റ്റ് മാത്രമല്ല, അവർ അവിടെ ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് കൂടി ഉണ്ടാവും. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ കത്തീറ്ററൈസേഷൻ പോലുള്ള പ്ലേസ്മെന്റുകളൊക്കെ നടത്തുന്നത്. ഓക്കെ, പേഷ്യൻസ് ഗെറ്റ് ലോക്കൽ അനസ്തേഷ്യ. ഈ പേഷ്യൻസ് ഈ ഒരു കത്തീറ്ററൈസേഷൻ പോലുള്ള പ്രോസസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു ലോക്കൽ ആയിട്ടുള്ള അനസ്തേഷ്യ കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് സെഡേഷൻ ടു ബി കാം ആൻഡ് റിലാക്സ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദിസ് പ്രൊസീജിയർ. ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ലോക്കൽ അനസ്തേഷ്യ കൊടുക്കും, അനസ്തേഷ്യ ആൻഡ് സെഡേഷൻസ് കൊടുക്കും. അവര് കുറച്ചും കൂടി കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ലോക്കൽ അനസ്തേഷ്യയും അതുപോലെ തന്നെ സെഡേഷൻസും ഒക്കെ കൊടുക്കാറുണ്ട്. ആ ഒരു പാരഗ്രാഫ് കിട്ടിയോ? നെഫ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടർ ഹു സ്പെഷ്യലൈസസ് ഇൻ കിഡ്നി പ്രോബ്ലംസ്. കിഡ്നി സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളിലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് നെഫ്രോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് ഒരു നെഫ്രോളജിസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഡോക്ടർ ഹു സ്പെഷ്യലൈസസ് ഇൻ കിഡ്നി ഫങ്ഷൻസ്, ഏത് ഡോക്ടറാണത്? നെഫ്രോളജിസ്റ്റുകളാണ്. അപ്പൊ അവിടെ ഓപ്ഷൻസിൽ നെഫ്രോളജിസ്റ്റുകൾ ഉണ്ടാവും. ഇനി ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഡോക്ടർ ഹു യൂട്ടിലൈസസ് മെഡിക്കൽ ഇമേജിംഗ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ടു എക്സിക്യൂട്ട് ഓപ്പറേഷൻസ് ആൻഡ് പെർഫോം ദ വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റുകൾ, പ്രൊസീജിയറുകൾ ചെയ്യുന്ന ആളാണ്. ഇൻ ഹോസ്പിറ്റലിൽ ചെയ്യാം, അല്ലെങ്കിൽ അവര് ഔട്ട് പേഷ്യന്റ് സെന്ററുകളിൽ ചെയ്യും. Then the patient get local anesthesia and sedation. ലോക്കൽ അനസ്തേഷ്യയും സെഡേഷനും അവർ കാം ആൻഡ് റിലാക്സ്ഡ് ആവാനായിട്ട് ആ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. കിട്ടിയോ? Then the venous catheters are not perfect for long-term use. അപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ ഇവിടെയും പറയുന്നത്. വീനസ് കാത്തീറ്റേഴ്സ് നമ്മൾ പറഞ്ഞു ഒരു ലോങ് ടേം യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. വിത്ത് വീനസ് കത്തീറ്റർ, അതായത് ഈ ഒരു വീനസ് കത്തീറ്റർ പോലെയുള്ളവ നെറ്റിൽ നമ്മൾ കൂടുതൽ നാള് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ പറയാനൊരു കാരണം വേണമല്ലോ. അപ്പൊ അങ്ങനെ ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേഷ്യന്റ് മേ ജനറേറ്റ് എ ബ്ലഡ് ക്ലോട്ട്. ഒന്നില്ലെങ്കിൽ ആ പേഷ്യൻസിന് ബ്ലഡ് ക്ലോട്ടുകൾ ആ ഭാഗത്ത് ഉണ്ടാവാം, അല്ലാതെങ്കിലോ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓർ കോസ് ദ വെയിൻ ടു നാരോ. ലാർജ് വെയിൻസ് എന്ത് ചെയ്യും? ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് ആ ഒരു ഭാഗത്തെ ബ്ലഡ് വെയിൻസ് എന്ത് ചെയ്യും? നാരവായി പോലും ചുരുങ്ങി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലായത് കൊണ്ടാണ് വീനസ് കത്തീറ്റേഴ്സ് ലോങ് ടേം യൂസിന് പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്നത്. കിട്ടിയോ? And however, if a patient wants to start hemodialysis right away, a venous catheter will work for several weeks or months till a surgeon can do a long-term access surgery and the AV fistula or AV graft has time to mature. അപ്പോൾ പെട്ടെന്ന് ഒരു ഹീമോഡയാലിസിസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ആഴ്ചകൾക്കോ അല്ലെങ്കിൽ വീക്സോ, കുറച്ച് ആഴ്ചകൾക്കോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കോ വേണ്ടിയിട്ട് നമുക്ക് വീനസ് കത്തീറ്റർ പോലെയുള്ള ഷോർട്ട് ടേം ഹീമോഡയാലിസിസ് പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. അത് എത്ര നാള് വരെയാണ്? ആ സർജൻ ആ ഒരു എന്താണ് AV ഫിസ്റ്റുലയോ AV ഡ്രാഫ്റ്റിനോ വേണ്ടിയിട്ടുള്ള സർജറി ചെയ്ത് അത് മെച്ചർ ആവുന്ന സമയം വരെ,
ആ മെച്ചർ ആയി കഴിഞ്ഞാൽ അവിടെ ലോങ് ടേം ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ആയിരിക്കും. എന്നാൽ ആ AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ ചെയ്ത് അതൊന്ന് മെച്ചുവർ ആയി ഈ ഹീമോഡയാലിസിസ് ചെയ്യാൻ റെഡി ആവുന്നത് വരെ നമുക്ക് പെട്ടെന്ന് ഒരു ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നാൽ വാസ്കുലർ കത്തീറ്റർ, വീനസ് കത്തീറ്റർ അല്ലെങ്കിൽ വാസ്കുലർ അസസ് കത്തീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. എത്ര നാൾ വരെയാണ്? ഒന്നില്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളോ ഒക്കെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ ട്രീറ്റ്മെന്റ് ആ ഒരു ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ പേഷ്യന്റിന് ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവാനായിട്ടും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ആ വെയിൻസ് ഒക്കെ നാരോ ആയി ചുരുങ്ങി പോവാനായിട്ടുള്ള ചാൻസുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് അത് ലോങ് ടേം യൂസിന് പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്നത്. എപ്പോഴും ലോങ് ടേം യൂസിന് എപ്പോഴും കൂടുതലായിട്ട് നമ്മൾ ലോങ് ടേം യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നത് AV ഗ്രാഫ്റ്റും AV ഫിസ്റ്റുലയുമാണ്. ഷോർട്ട് ടേം യൂസിനാണ് നമ്മൾ വീനസ് കത്തീറ്റേഴ്സ് അല്ലെങ്കിൽ വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കിട്ടിയോ? അപ്പൊ അത്രയും നമ്മൾ ഇന്ന് എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഇതൊന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് പറഞ്ഞു തന്നിരിക്കുന്ന ആ ഒരു സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അതിൽ നിന്നൊക്കെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു. താങ്ക് യു മാം.